ഹലോ ഫ്രണ്ട്സ്, അമേസിംഗ് അമേരിക്കയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്രാ വിവരണങ്ങളിൽ നിന്നൊക്കെ അല്പം മാറി വേറൊരു സബ്ജക്റ്റാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ബൈഡൻ ജയിച്ചു അല്ലെങ്കിൽ ട്രംപ് ജയിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അരിസോണയിൽ ട്രംപ് ജയിച്ചു, കാലിഫോർണിയയിൽ ബൈഡൻ ജയിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് ഇലക്ഷൻ ആൾറെഡി നടന്നു കഴിഞ്ഞോ അല്ലെങ്കിൽ ഇലക്ഷൻ നടക്കുകയാണോ, ഇലക്ഷൻ ഈ വർഷം അവസാനമാണെന്ന് കേൾക്കുന്നു. ഇതൊക്കെ എന്താണ് ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് ഒരാൾ ജയിച്ചു മറ്റൊരാൾ ജയിച്ചു എന്നൊക്കെ കേൾക്കുന്നത്, രണ്ടുപേരും കൂടി ജയിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചിലർ സംശയം ചോദിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു, എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എന്ന് ഒരു ചെറിയ വളരെ ലഘുവായ ഉദാഹരണത്തിലൂടെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒരു സിനാരിയോ എടുത്ത് ആ രീതിയിലുള്ള ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നത് എന്ന് അവതരിപ്പിക്കാം എന്ന് കരുതുകയാണ്. ഇലക്ഷൻ നടക്കുന്നത് നവംബറിലാണ്. അപ്പോൾ നവംബർ വരെ അങ്ങനെ എന്തെങ്കിലും ചെറിയ നമുക്ക് അറിയാൻ ആഗ്രഹമുള്ള കൗതുകമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ ഈ യാത്രാ വിവരണങ്ങൾക്കിടയ്ക്ക് മേമ്പൊടിയായിട്ട് അങ്ങനെയുള്ള ചെറിയ എപ്പിസോഡുകളൊക്കെ ചെയ്യും. അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. എങ്ങനെയാണ് ഈ ഇലക്ഷൻ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ നവംബറിൽ ഇവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുപോലെ തന്നെ അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്, ട്രംപിനെ ആർക്കും ഇഷ്ടമല്ലെങ്കിൽ എങ്ങനെയാണ് ട്രംപ് ഒരു പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആകുന്നത്? അതുപോലെ തന്നെ ബൈഡന്റെ ഏജ് കൂടുതലാണെന്ന് പലരും കംപ്ലൈന്റ് പറയുന്നു, എന്നിട്ടും ബൈഡൻ എങ്ങനെയാണ് ആ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആകുന്നത് എന്ന്, എന്തുകൊണ്ട് അവർക്ക് വേറൊരു കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പൊ അതിനൊക്കെ പൊതുവായിട്ടുള്ള ഒരു ഉത്തരമാണ് പറയാനുള്ളത്. എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നറിയുക. ജനാധിപത്യം എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും പല രീതിയിലാണ്. അമേരിക്കയിലെ ജനാധിപത്യമല്ല ഇന്ത്യയിലുള്ള ജനാധിപത്യം, ഇന്ത്യയിലുള്ള ജനാധിപത്യമല്ല ഇറാനിലുള്ളത് അല്ലെങ്കിൽ റഷ്യയിലുള്ള ജനാധിപത്യം. പുടിൻ പോലും ജനാധിപത്യ രീതിയിൽ ഇലക്ഷനിൽ 88% വോട്ട് നേടിയാണ് ഈയിടയ്ക്ക് ഏറ്റവും അവസാനമായിട്ട് പ്രസിഡന്റായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതും ജനാധിപത്യമാണ്. അപ്പൊ യഥാർത്ഥ ജനാധിപത്യം എവിടെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, ജനങ്ങൾ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കുന്ന ആളുകളാണോ അവിടെ ഭരണകർത്താക്കളായിട്ട് ഇരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ ഇനി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മുറുകുമ്പോൾ അതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും വീഡിയോകൾ ചെയ്യുന്നതിന് ഇത് ഒരു തുടക്കമാകുകയും ചെയ്യും. എന്താണ് ശരിയായ ജനാധിപത്യം? എല്ലാ രാജ്യക്കാരും പറയും തങ്ങളുടേതാണ് ശരിയായ ജനാധിപത്യം എന്ന്. റഷ്യൻ പ്രസിഡന്റായ പുടിനും ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രസിഡന്റ് ആണെന്നാണ് അവകാശപ്പെടുന്നത്. പാകിസ്ഥാനിലേതുൾപ്പെടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾ പറയുന്നത് ഞങ്ങളെയാണ് ജനം തിരഞ്ഞെടുത്തതെന്നാണ്. ഓക്കെ, അതെന്തുമാകട്ടെ, ശരിയായ രീതിയിൽ ഒരു രാജ്യത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണോ അവരുടെ ഭരണകർത്താവിനെ എന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം. ഇന്ത്യയിലെ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തതാണോ ഇന്ത്യൻ പ്രസിഡന്റിനെ? അല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്താണോ തിരഞ്ഞെടുക്കുന്നത്? അതുമല്ല. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാര് ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്താണോ തിരഞ്ഞെടുക്കുന്നത്? അല്ല. കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിനോ BJPയിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ സുരേന്ദ്രനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും ഒരു നേതാവിനോ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകണമെന്ന് തോന്നിയാൽ ജനങ്ങളോട് വോട്ട് ചെയ്ത് എന്നെ പ്രധാനമന്ത്രിയാക്കൂ എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അപ്പോ എന്താണ് ജനാധിപത്യം? ഇനി ഇന്ത്യയിലെ ഭൂരിഭാഗം ജനത്തിനും ഇഷ്ടപ്പെട്ട ഒരാൾ ഉണ്ടെന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടിയുടെ എല്ലാമാണ് അദ്ദേഹം. കേജ്രിവാളിന് പ്രധാനമന്ത്രിയാകണം എന്ന് തോന്നിയാൽ അദ്ദേഹത്തെ ജനത്തിന് പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയുമോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് കഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം പല രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മകളൊക്കെ വന്ന് കുറെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ മെനഞ്ഞ് അവസാനം അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും. ആ വ്യക്തിയാണ് പ്രധാനമന്ത്രിയാവുന്നത്. അപ്പോൾ എന്താണ് ജനാധിപത്യം? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ് എന്നൊക്കെ ഒരു ഭംഗി വാക്കിന് വേണ്ടി നമുക്ക് പറയാം. ടെക്നിക്കലി ഇതിനെ എങ്ങനെ വേണമെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ആർക്കും വേണമെങ്കിൽ ന്യായീകരിക്കാം. ഇപ്പോ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിനെയും 2 രീതിയിലും 3 രീതിയിലും ഒക്കെ ന്യായീകരിക്കുന്ന വളരെയധികം ന്യായീകരണ തൊഴിലാളികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ വോട്ട് തേടി ജയിച്ച് ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം ലഭിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ജയിച്ചവർ ഒന്നാകെ BJPയിലേക്ക് കാലുമാറി BJP ഗവൺമെന്റ് രൂപീകരിച്ചാൽ അത് ജനാധിപത്യമാകുമോ? ഇവർക്കൊക്കെയും പറയാം ഞങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണെന്ന്. അപ്പോ ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണ് അവിടെ ഭരിക്കുന്നത്. പക്ഷെ അതാണോ യഥാർത്ഥ ജനാധിപത്യം? ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഒരു പാർട്ടിയെയാണ് അവരിപ്പോൾ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ അത് ജനാധിപത്യമാണോ? ഓരോരുത്തർക്കും സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ ഇങ്ങനെയുള്ള നാടകങ്ങളെ ടെക്നിക്കലി ജനാധിപത്യമാണെന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അങ്ങനെ വാദിക്കാം. 1999 മുതൽ കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് റഷ്യ ഭരിക്കുന്നത് പുടിനാണ്. പുടിൻ പറയുന്നതും അത് ജനാധിപത്യമാണെന്നാണ്.
ഇത്തവണ 88% വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പുടിന് ലഭിച്ചത്. റഷ്യയിൽ അതാണ് ജനാധിപത്യം. നമുക്ക് അമേരിക്കൻ ജനാധിപത്യത്തിലേക്ക് തിരിച്ചു പോകാം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഞാനൊരു ഇന്ത്യൻ ഉദാഹരണം വെച്ച് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാൻ നോക്കാം. അതിനു മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളെ പറ്റി ചില പ്രധാന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഒരാൾക്ക് എത്ര കാലം അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുവാൻ സാധിക്കും? അതിന്റെ കാലാവധി എന്താണ്? അമേരിക്കൻ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും കാലാവധി എന്താണ്? അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധി 4 വർഷമാണ്. അത് തന്നെയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെയും കാലാവധി. 22nd അമെന്റ്മെന്റിലൂടെ ഒരാൾക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിക്കുവാൻ കഴിയുന്നത് പരമാവധി 2 തവണയായിട്ട് അമേരിക്കൻ നിയമവ്യവസ്ഥ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അമേരിക്കയിൽ ഒരാൾക്ക് മാക്സിമം 8 വർഷം മാത്രമേ പ്രസിഡന്റ് ആയിരിക്കുവാനുള്ള അവകാശമുള്ളൂ. അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധി 4 വർഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ 2 തവണയായി ജയിച്ചു കഴിഞ്ഞാൽ 8 വർഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കാൻ ഒരാൾക്ക് കഴിയുന്നത്. ട്രംപ് ഇത് 3ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ തവണ ബൈഡനോട് തോറ്റത് കൊണ്ട് ഒന്നുകൂടെ മത്സരിച്ച് ജയിക്കാനുള്ള അവകാശം ട്രംപിനുണ്ട്. അപ്പോൾ ജയിച്ചാല് ട്രംപ് 2 തവണയേ ജയിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ 3ാമതൊന്ന് ജയിക്കാൻ ട്രംപിനോ, അല്ലെങ്കിൽ ഇനിയും ബൈഡൻ ജയിക്കുകയാണെങ്കിൽ ബൈഡനോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് പ്രസിഡന്റ് ആയിരുന്ന ഒബാമയ്ക്കോ ഒന്നും ഒരു അവകാശവുമില്ല. ബൈഡനും 1 തവണ ജയിച്ചതാണ്. അതുകൊണ്ട് ഒന്നുകൂടി മത്സരിച്ച് ജയിക്കാം. ഇനി വേറെ എന്തെങ്കിലും കാരണവശാൽ ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന് പകരം 2 വർഷം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നാൽ ആ വ്യക്തിക്ക് 1 പ്രാവശ്യം കൂടിയേ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് പ്രസിഡന്റ് ആകുവാനുള്ള അവകാശമുള്ളൂ. ഉദാഹരണത്തിന് അമേരിക്കൻ പ്രസിഡന്റ് മരണപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ രാജിവെച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ആകും. അങ്ങനെ വൈസ് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ 2 വർഷത്തിൽ കൂടുതൽ അങ്ങനെ പ്രസിഡന്റ് ആയിരുന്നാലും പിന്നീട് ആ വ്യക്തിക്ക് 1 പ്രാവശ്യം കൂടിയേ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ച് പ്രസിഡന്റ് ആകുവാനുള്ള അവകാശമുള്ളൂ. മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസത്തെ പറ്റിയാണ്. ഇത് അമേരിക്കയിൽ ഫിക്സഡ് ആണ്. ഈ തീയതി തീരുമാനിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബോഡിയോ ഒന്നുമല്ല. ആ തീയതിയും നിയമം വഴി സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ വ്യവസ്ഥ എങ്ങനെയാണ്? എല്ലാ 4 വർഷം കൂടുമ്പോഴുമാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇലക്ഷൻ നടക്കുന്ന ആ വർഷത്തിലെ നവംബർ മാസത്തിലാണ് ഇലക്ഷൻ. നവംബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ചൊവ്വാഴ്ച അന്നായിരിക്കണം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്നാണ് നിയമം. നമ്മൾ 2000 ആണ്ട് തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഈ കാണുന്ന വർഷങ്ങളിലാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ഇനി ഈ വർഷവും, അതായത് 2024-ലും അത് കഴിഞ്ഞ് 2028-ലും 32-ലും 36-ലും ഒക്കെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാണെന്ന് നമുക്കിപ്പോഴേ തന്നെ കലണ്ടർ നോക്കി പറയാൻ കഴിയും. 2024 നവംബർ കലണ്ടറാണ് നിങ്ങളിപ്പോ കാണുന്നത്. ആദ്യത്തെ തിങ്കളാഴ്ച നവംബർ 4 അത് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ചൊവ്വാഴ്ച എന്ന് പറഞ്ഞത് നെക്സ്റ്റ് ഡേ ആണ്, നവംബർ 5. അപ്പോൾ ഈ വർഷം, അതായത് 2024 നവംബർ 5 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനി 2028 നോക്കാം. 2028 നവംബർ കലണ്ടറാണ് ഈ കാണുന്നത്. ഇവിടെ നവംബർ 7 ആദ്യത്തെ തിങ്കളാഴ്ച കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ചൊവ്വാഴ്ച. അപ്പോ ആ നവംബർ 7 2028 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. 2032 അത് നവംബർ 2 ആയിരിക്കും. 2036 അത് നവംബർ 4 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഏത് ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത്. ഇനി ആർക്കൊക്കെ പ്രസിഡന്റ് ആകാം എന്ന് നോക്കാം. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നാച്ചുറൽ ബോൺ സിറ്റിസൺ ആയിരിക്കണം. അതായത് ജനനം വഴി അമേരിക്കൻ സിറ്റിസൺ ആയ ഒരാളായിരിക്കണം അമേരിക്കൻ പ്രസിഡന്റായി മത്സരിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നത്. 35 വയസ്സ് കഴിഞ്ഞിരിക്കണം. 14 വർഷമായിട്ട് അമേരിക്കയിൽ സ്ഥിരതാമസമുള്ള ആളുമായിരിക്കണം. അപ്പോൾ നാച്ചുറൽ ബോൺ ആയിട്ടുള്ള 35 വയസ്സ് കഴിഞ്ഞ 14 വർഷമായി അമേരിക്കയിൽ സ്ഥിരതാമസമുള്ള ഏതൊരു അമേരിക്കൻ സിറ്റിസണും അമേരിക്കൻ പ്രസിഡന്റായിട്ട് മത്സരിക്കാം. മത്സരിച്ച് ജയിച്ചാൽ പ്രസിഡന്റും ആകുകയും ചെയ്യാം. അമേരിക്കയിൽ പ്രധാനമായിട്ടും 2 രാഷ്ട്രീയ പാർട്ടികളാണുള്ളത്. ദ്വിപാർട്ടി സിസ്റ്റമാണ് ഇവിടെയുള്ളത്. വേറെ പാർട്ടികളൊക്കെ ഉണ്ട്, പക്ഷെ പ്രധാനമായിട്ടും റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയുമാണുള്ളത്. അപ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന് ഒന്നിൽ കൂടുതൽ പേര് പ്രസിഡന്റ് ആകാൻ രംഗത്ത് വന്നാൽ എന്താണ് സംഭവിക്കുക? അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ പറയും ആരായിരിക്കണം തങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന്. ആരെങ്കിലും മുകളിൽ നിന്ന് തീരുമാനിക്കുകയോ അല്ലെങ്കിൽ പാർട്ടി കമ്മിറ്റി തീരുമാനിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് തീരുമാനിക്കുകയോ ഒന്നുമല്ല. ഇവിടെ ആ പാർട്ടിയിലെ അംഗങ്ങള്, ആ പാർട്ടിയോട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ജനങ്ങള്, അവരാണ് തീരുമാനിക്കുന്നത് ആരാണ് തങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആകേണ്ടത് എന്ന്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ മെമ്പേഴ്സ് ആണ് വോട്ടെടുപ്പിലൂടെ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ മെമ്പേഴ്സും അതിനോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളവരുമാണ്
തങ്ങളുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെയാണ് പ്രൈമറികൾ എന്നും കോക്കസുകൾ എന്നും പറയുന്നത്. ഈ പ്രൈമറികളും കോക്കസുകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എങ്കിലും രണ്ടും തെരഞ്ഞെടുപ്പാണ്. പ്രൈമറികളിൽ ശരിയായ രീതിയിലുള്ള ഒരു ഇലക്ഷൻ നടക്കും, കോക്കസുകളിൽ ഒരു യോഗം കൂടി അവിടെ വെച്ച് ഒരു ഇലക്ഷൻ നടത്തും. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഇതുപോലെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സംഭവിക്കുക എന്ന് നോക്കാം. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരു എക്സാമ്പിൾ എടുക്കുകയാണ് ശശി തരൂർ, പിന്നെ രാഹുൽ ഗാന്ധി, പിന്നെ ഏതെങ്കിലും ഒരു പൊന്നപ്പൻ. അങ്ങനെ 3 പേര് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ തീരുമാനിച്ചു എന്ന് കരുതുക. അപ്പൊ ശശി തരൂരും രാഹുൽ ഗാന്ധിയും ഒരു പൊന്നപ്പനും, ഇവർ 3 പേരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മത്സരിക്കുന്നതെന്ന് കരുതുക. അപ്പൊ ഈ 3 പേരും ഇന്ത്യ ഒട്ടാകെ ഓരോ സംസ്ഥാനത്തും മത്സരിക്കും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള കോൺഗ്രസ് പാർട്ടി അംഗങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ, അവരൊക്കെ ഇവരിൽ ഒരാൾക്ക് വോട്ട് ചെയ്യും. അപ്പൊ ഇവരാണ് തീരുമാനിക്കുന്നത് തങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രൈമറിയിൽ ആ രാജ്യത്തെ എല്ലാ ജനങ്ങളും വോട്ട് ചെയ്യുന്നില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുവാനാണോ, അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയിലെ മെമ്പേഴ്സ്, അതുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ, അവര് മാത്രമാണ് വോട്ട് ചെയ്യുന്നത്. അമേരിക്കയിലെ എല്ലാ സംസ്ഥാനങ്ങളും വ്യത്യസ്തമാണ്. ചില സംസ്ഥാനങ്ങളിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകൾക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് പാർട്ടി പ്രൈമറി നടക്കുന്ന സമയത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തില് കോൺഗ്രസ് പാർട്ടി അംഗങ്ങൾ മാത്രമാണ് കോൺഗ്രസ് പ്രൈമറിയിൽ വോട്ട് ചെയ്യുന്നത്. BJPക്ക് അങ്ങനെ ഒരു പ്രൈമറി ഉണ്ടെങ്കിൽ BJP പാർട്ടിയിലെ അംഗങ്ങളാണ് BJPയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും ഇത്ര MP-മാർ എന്ന പോലെയുണ്ട്. അതുപോലെ അമേരിക്കയിലെ എല്ലാ സംസ്ഥാനത്തിനും ഇലക്ട്രൽ വോട്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രൽ വോട്ടുകൾ എല്ലാം കൂടി ചേർന്നിട്ടുള്ളതിനെയാണ് ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ സംസ്ഥാനത്തിലും ജയിക്കുന്ന ആൾക്ക്, ഇപ്പോ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ കേരളത്തില് ശശി തരൂരാണ് ജയിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ കേരളത്തിലെ മൊത്തം ഇലക്ട്രൽ വോട്ട്സ് അത് മൊത്തം ശശി തരൂരിന് പോകും. അപ്പോൾ ജയിക്കുന്നയാൾക്ക് ആ സംസ്ഥാനത്തിന്റെ എല്ലാ പ്രതിനിധികളെയും ലഭിക്കും. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രൈമറി വോട്ടിംഗ് പൂർത്തിയാകുമ്പോൾ ഈ 3 പേരിൽ ആരാണോ അല്ലെങ്കിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ പ്രതിനിധികളെ ലഭിച്ചത്, അയാളായിരിക്കും ആ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. ഞാൻ ഈ പറഞ്ഞത് ഇന്ത്യയിലെ കഥയാണ്, ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ് എങ്ങനെയായിരിക്കും ഇന്ത്യയിൽ ഇത് നടക്കുക എന്നുള്ളത്. അതുപോലെ അമേരിക്കയിൽ ഇങ്ങനെ വോട്ടിംഗ് പൂർത്തിയായി കഴിയുമ്പോൾ ആർക്കാണോ ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ വോട്ട് ലഭിക്കുന്നത്, ആ വ്യക്തിയായിരിക്കും ആ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ബൈഡൻ പ്രസിഡന്റ് ആയതുകൊണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് ഇത്തവണ പറയത്തക്ക സ്വാധീനമുള്ള ആരും ബൈഡനെതിരെ രംഗത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് ബൈഡൻ ഡെമോക്രാറ്റിക് പ്രൈമറികളിലൊക്കെ ഈസി ആയിട്ട് ജയിച്ച് വീണ്ടും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ആദ്യം പ്രസിഡന്റ് ആവാൻ കുപ്പായം തുന്നി എത്തിയ ഒരു 10 പേരോ മറ്റോ ആണ്. ഓരോ സംസ്ഥാനത്തും പ്രൈമറി ഇലക്ഷൻ ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ നല്ല പ്രകടനം കാഴ്ചവെക്കാത്തവര് അവർ പതുക്കെ ഇലക്ഷനിൽ നിന്ന് പിന്മാറും, ഞങ്ങൾ വിഡ്രോ ചെയ്തു എന്നവര് പ്രഖ്യാപിക്കും. അപ്പൊ പിന്നെ അവരെ ആരും കൺസിഡർ ചെയ്യുന്നില്ല. ഇത്തവണ ഓരോരുത്തരും പിന്മാറി ഏറ്റവും അവസാനം ട്രംപും നിക്കി ഹേലിയും മാത്രമായി. സൂപ്പർ ചൊവ്വായിലെ പരാജയത്തോടെ അവസാനം വന്ന നിക്കി ഹേലിയും പിന്മാറി ട്രംപ് മാത്രമായിട്ട് അവശേഷിച്ചു. അങ്ങനെയാണ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മാറിയത്. അപ്പൊ ഇവിടെ അമേരിക്കയിൽ ആരാണ് ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന് പോലും തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. എന്ന് വെച്ചാൽ ആ പാർട്ടിയിലെ അംഗങ്ങൾ. ബൈഡൻ ആയിരിക്കണം ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ അംഗങ്ങളും, ട്രംപാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങളും വോട്ടെടുപ്പിലൂടെ തീരുമാനിച്ചത് കൊണ്ടാണ് ഇവര് രണ്ടുപേരും ഇനി വരുന്ന നവംബർ ഇലക്ഷനിൽ ആ പാർട്ടികളെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അപ്പൊ ഏതാണ് ജനാധിപത്യം? ഇവിടെ ശരിയായ ജനാധിപത്യം നടക്കുന്നുണ്ടോ? തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പോലും തീരുമാനിക്കാൻ അവകാശമുള്ള ജനാധിപത്യമാണ് അമേരിക്കയിലുള്ളത്. ഇത്തവണത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രൈമറി മത്സരത്തെ ഒന്ന് വിശകലനം ചെയ്താൽ ഈ 10 പേരിൽ ആരെ വേണമെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ലഭിച്ചതാണ്. ഇവർക്കെല്ലാവർക്കും വോട്ട് ചെയ്യാനും എല്ലാ സംസ്ഥാനങ്ങളിലും അവർ വോട്ട് ചെയ്തതുമാണ്. പക്ഷേ ഇത്തവണ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഏറ്റവും കൂടുതൽ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരുടെ വോട്ട് ലഭിച്ചത് ട്രംപിനാണ്. അതുകൊണ്ടാണ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മൊത്തം ഇലക്ട്രൽ വോട്ടുകളും കരസ്ഥമാക്കി ഇത്തവണ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മാറിയത്. ഇങ്ങനെ ഒന്ന് ഇന്ത്യയിൽ നടക്കാത്ത ഒന്നാണ്. ഇന്ത്യ ഉൾപ്പെടെ ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ വിളിക്കുന്ന പല രാജ്യങ്ങളും ജനങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പോലും അസംബ്ലി തെരഞ്ഞെടുപ്പാകട്ടെ, പാർലമെന്റ് തെരഞ്ഞെടുപ്പാകട്ടെ, ഭൂരിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങൾ തീരുമാനിച്ച വ്യക്തികളല്ല നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ. ഇപ്പൊ ഇത് നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ അസംബ്ലി മണ്ഡലത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ പാർലമെന്റ് മണ്ഡലത്തില് മത്സരിക്കുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ
ഒന്ന് നോക്കുക. ആ സ്ഥാനാർത്ഥി നിങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ വോട്ടോട് കൂടിയല്ല സ്ഥാനാർത്ഥിയായി മാറി അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ യഥാർത്ഥ ജനാധിപത്യം നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരും. സമുദായത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ കണക്ക് നോക്കി മുകളിൽ നിന്ന് കെട്ടിയേൽപ്പിക്കുന്നവരാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരിൽ ഒരാളെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം അല്ലെങ്കിൽ ദൗർഭാഗ്യമേ നമ്മുടെ ഇന്ത്യയിലെ ജനത്തിനുള്ളൂ. പ്രൈമറികളും കോക്കസുകളും ഒക്കെ കഴിഞ്ഞ് പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അമേരിക്കൻ ജനത നേരിട്ട് വോട്ട് ചെയ്യുന്നത് തങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കായിരിക്കും. ഇത്തവണ 2024 അത് ബൈഡനും ട്രംപുമാണ്. അപ്പൊ ബാലറ്റ് പേപ്പറിൽ ബൈഡന്റെയും ട്രംപിന്റെയും പേരുണ്ടാകും. അതുപോലെ വേറെ കുറെ പേരുടെ പേര് കൂടി കാണും. അപ്പൊ ഇവിടെയുള്ളവര് വോട്ട് ചെയ്യുന്നത് ബൈഡനും ട്രംപിനുമായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് വേറെ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്കായിരിക്കും വോട്ട് ചെയ്യുന്നത്. ഇനി ഇലക്ഷൻ കഴിഞ്ഞ് ഓരോ സംസ്ഥാനത്തിലെയും ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ആ സംസ്ഥാനത്തിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് അവർക്ക് ആ സംസ്ഥാനത്തിന്റെ എല്ലാ പ്രതിനിധികളെയും ലഭിക്കും. ഈ എല്ലാ പ്രതിനിധികളെയും ഒരുമിച്ച് കൂട്ടിയാണ് നമ്മൾ ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഓരോ സംസ്ഥാനത്തിലും ഇത്ര ഇലക്ട്രൽ വോട്ട് ഉണ്ടെന്നാണ് പറയുക. അമേരിക്കയിൽ 50 സംസ്ഥാനങ്ങളാണ്. അതിൽ 2 സംസ്ഥാനങ്ങൾ ഇലക്ട്രൽ വോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ ഭരണഘടനയുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശങ്ങളുമുണ്ട്. ഞാൻ അതിന്റെ കുറെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. ഓരോ സംസ്ഥാനത്തെയും ഇലക്ട്രൽ വോട്ടുകളുടെ എണ്ണം അവിടുത്തെ ജനസംഖ്യയെ ആശ്രയിച്ചാണ് ഇരിക്കുക. ഉദാഹരണത്തിന് കാലിഫോർണിയയിൽ കഴിഞ്ഞ തവണ വരെ 55 ഇലക്ട്രൽ വോട്ടുകളായിരുന്നു. ഈ വർഷം അത് 54 കുറഞ്ഞിട്ടുണ്ട്. മറ്റു ചില സ്റ്റേറ്റുകളിൽ ഒന്ന് കൂടിയിട്ടുണ്ട്, ചില സ്റ്റേറ്റുകളിൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലാണ്, ജനസംഖ്യ അനുസരിച്ചിട്ടാണ് ഇത് തീരുമാനിക്കുന്നത്. കാലിഫോർണിയയിൽ ഇപ്പോൾ 54 പറഞ്ഞു. അതേസമയം തൊട്ടടുത്ത് കിടക്കുന്ന നെവാഡ സംസ്ഥാനത്ത് 6 ഇലക്ട്രൽ വോട്ടുകളാണുള്ളത്. നെവാഡ കാലിഫോർണിയയുടെ ഏതാണ്ട് പകുതി വലുപ്പം മാത്രമുള്ള ഒരു സംസ്ഥാനമാണ്. നെവാഡ സംസ്ഥാനത്തിനെ പിടിച്ച് കാലിഫോർണിയയുടെ അകത്ത് വെച്ചാൽ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. ഈ നീല നിറത്തിൽ കാണുന്നതാണ് നെവാഡ. അതിനെ ഉൾക്കൊള്ളുന്ന ആ വെള്ള നിറത്തിലുള്ളതാണ് കാലിഫോർണിയയും. ഇനി നമ്മൾ ജനസംഖ്യ നോക്കിയാൽ നെവാഡയിലെ ജനസംഖ്യ 2.3 മില്യൺ ആണെങ്കിൽ, അതായത് 23 ലക്ഷം, അത്രയേ ഉള്ളൂ നെവാഡയിലെ ജനസംഖ്യ. കാലിഫോർണിയയിലെ ജനസംഖ്യ 39 മില്യൺ ആണ്, അതായത് 390 ലക്ഷം ജനങ്ങളാണ് കാലിഫോർണിയയിലുള്ളത്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള സംസ്ഥാനമാണ് കാലിഫോർണിയ. അതായത് നെവാഡയിൽ ഉള്ളതിനേക്കാൾ 17 ഇരട്ടി ജനങ്ങൾ കാലിഫോർണിയയിലുണ്ട്. ഇതാണ് പല സംസ്ഥാനങ്ങളിലും പല വ്യത്യസ്തമായ ഇലക്ട്രൽ വോട്ടുകൾ ഉണ്ടാകാനുള്ള കാരണം. ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പ്രൈമറികളൊക്കെ നടക്കുമ്പോൾ ഓരോ പാർട്ടിയും അവരുടെ സ്ഥാനാർത്ഥികളെ ഉൾക്കൊള്ളിച്ച് പല ഡിബേറ്റുകൾ നടത്തും. പ്രൈമറികൾ നടക്കുമ്പോൾ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാൻ മത്സരിക്കുന്നവർ തമ്മിൽ ഒരു ഡിബേറ്റ് നടക്കും. അത് നിങ്ങൾ പലപ്പോഴും കണ്ടു കാണും. പ്രത്യേകിച്ച് ഇത്തവണ ഇന്ത്യൻ വംശജനായ രാമസ്വാമി കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെ ആളുകൾ കുറെ പേര് ഈ ഇത്തവണത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡിബേറ്റുകൾ, പ്രൈമറി ഡിബേറ്റുകൾ കാണുകയുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ തമ്മിലുള്ള ഈ സംവാദങ്ങൾ ജനങ്ങൾക്ക് ഇവരെ നേരിട്ട് കൂടുതൽ അറിയാനും ഇവരുടെ ആശയങ്ങൾ അറിയാനും അതിനൊക്കെ ഒരു മാർഗമാണ്. നിഷ്പക്ഷരായ വോട്ടർമാർക്കിടയിൽ ഇതിന് വളരെയധികം സ്വാധീനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ റിപ്പബ്ലിക്കൻ പ്രൈമറിയിലെ സ്ഥാനാർത്ഥികളുടെ ഡിബേറ്റ് നിങ്ങൾ കണ്ടതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇത്തവണ ട്രംപ് എല്ലാ റിപ്പബ്ലിക്കൻ പ്രൈമറി ഡിബേറ്റുകളിൽ നിന്നും മാറി നിൽക്കുകയാണ് ഉണ്ടായത്. ട്രംപിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ആൾറെഡി ഒരിക്കൽ പ്രസിഡന്റ് ആയതുകൊണ്ട് ജനങ്ങൾക്ക് എന്നെ അറിയാം, മറ്റ് സ്ഥാനാർത്ഥികളോടൊന്നും സംസാരിക്കാൻ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് ഈ ഡിബേറ്റുകളിൽ നിന്ന് മാറി നിന്നത്. എന്നിട്ടും ട്രംപാണ് റിപ്പബ്ലിക്കൻ പ്രൈമറികളിൽ ജയിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ഡെമോക്രാറ്റിക് പ്രൈമറികളിൽ ഏതായാലും ബൈഡനെതിരെ കാര്യമായ സ്ഥാനാർത്ഥികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെയും ഇത്തവണ കാര്യമായ ഡിബേറ്റുകളൊന്നും നടന്നില്ല. പക്ഷെ ഇനി വരാൻ പോകുന്നത് ഈ 2 പ്രസിഡന്റ് സ്ഥാനാർത്ഥികളും തമ്മിലുള്ള ഡിബേറ്റുകളാണ്. ബൈഡനും ട്രംപും തമ്മിലുള്ള ഡിബേറ്റുകൾ ആണ് ഇനി വരാൻ പോകുന്നത്. Best testing in the world by far. That's why we have so many cases. You know, someday you're going to have to explain, why did you get 3.5? I never got any money from Russia. I don't get money from Russia. Being the president, I think healthcare is not a privilege, it's a right. Everyone should have the right to have affordable healthcare. Yeah. These 500 plus kids came with parents. They separated them at the border to make it a disincentive to come to begin with. സാധാരണ 3 ഡിബേറ്റ്സ് ആണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ തമ്മിൽ നടക്കാറുള്ളത്. അത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ന്യൂസ് ഏജൻസികളാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. നവംബറിൽ ഇലക്ഷൻ നടന്നു കഴിയുമ്പോൾ ഓരോ സംസ്ഥാനത്തെയും ജയപരാജയങ്ങളൊക്കെ അനുസരിച്ച് ഓരോ സ്ഥാനാർത്ഥിക്കും ഇലക്ട്രൽ വോട്ട്സ് ലഭിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ മൊത്തം ഇലക്ട്രൽ വോട്ട്സിന്റെ എണ്ണം 538 ആണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഇലക്ട്രൽ വോട്ടുകൾ കൂട്ടിക്കഴിഞ്ഞാൽ അത് 538 ആണ്. അപ്പോൾ ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ 270 ഇലക്ട്രൽ വോട്ടുകൾ ഉണ്ടാകണം. അതായത് ഇലക്ഷൻ കഴിഞ്ഞ്
എല്ലാ സംസ്ഥാനങ്ങളിലെയും ഇലക്ട്രൽ വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ മിനിമം 270 ഇലക്ട്രൽ വോട്ടുകൾ കിട്ടിയ സ്ഥാനാർത്ഥിയെയാണ് ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുക. അപ്പൊ അദ്ദേഹമായിരിക്കും വിജയി, അദ്ദേഹമായിരിക്കും അടുത്ത അമേരിക്കൻ പ്രസിഡന്റ്. 2020 ഇലക്ഷനിൽ ലഭിച്ച ഇലക്ട്രൽ വോട്ടുകൾ നമുക്കൊന്ന് നോക്കാം. ഓരോ സംസ്ഥാനത്തിനും എത്ര ഇലക്ട്രൽ വോട്ട് ഉണ്ടെന്ന് ഈ ചാർട്ട് കാണിക്കുന്നുണ്ട്. കാലിഫോർണിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞു 55 ഇലക്ട്രൽ വോട്ടുകളാണുള്ളത്. നെവാഡയിൽ 6 ഇലക്ട്രൽ വോട്ടുകളാണുള്ളത്. ഇവിടെ വലതുവശത്ത് താഴെയായിട്ട് ഫ്ലോറിഡ കാണാം. ഫ്ലോറിഡയിൽ 29 ഇലക്ട്രൽ വോട്ടുകളായിരുന്നു. ന്യൂയോർക്കിൽ 29 ഇലക്ട്രൽ വോട്ടുകളായിരുന്നു. പെൻസിൽവാനിയയിൽ 20 ഇലക്ട്രൽ വോട്ടുകളാണ്. എന്നാൽ അതേസമയം നമ്മൾ ഈ അമേരിക്കയുടെ മധ്യഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ അധികം ജനങ്ങളൊന്നുമില്ല. വളരെ കുറച്ച് ജനങ്ങളുള്ള സ്ഥലമാണ് അമേരിക്കയുടെ മിഡിലുള്ള സ്റ്റേറ്റുകൾ. അവിടുത്തെ ഇലക്ട്രൽ വോട്ടുകൾ നോക്കുക. സൗത്ത് ഡക്കോട്ടയിൽ 3 നോർത്ത് ഡക്കോട്ടയിൽ 3 മൊണ്ടാനയിൽ 3 വയോമിംഗ് 3. അപ്പൊ ഇവിടെയെല്ലാം വളരെ കുറഞ്ഞ ഇലക്ട്രൽ വോട്ടുകൾ മാത്രമേ ഉള്ളൂ. അതായത് കുറഞ്ഞ ജനങ്ങളെ ഉള്ളൂ എന്ന് മാത്രം. ഇതിൽ 2 സംസ്ഥാനങ്ങൾ നോക്കിയാൽ, ഒന്ന് നെബ്രാസ്ക, ഈ നടുവിൽ കാണുന്ന 4-1 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അതായത് ഇവിടെ ഇലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 2020 ഇലക്ഷനിൽ 4 ഇലക്ട്രൽ വോട്ടുകൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും 1 ഇലക്ട്രൽ വോട്ട് ഡെമോക്രാറ്റിക് പാർട്ടിക്കുമാണ് പോയത്. ഈ സംസ്ഥാനത്തിന്റെ നിയമം അങ്ങനെയാണ്, അത് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേസമയം ഏറ്റവും നോർത്ത് ഈസ്റ്റിൽ കിടക്കുന്ന മെയിൻ എന്ന സംസ്ഥാനത്ത് 1 ഇലക്ട്രൽ വോട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പോയപ്പോൾ 3 ഇലക്ട്രൽ വോട്ടുകൾ ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് പോയത്. ഈ 2 സംസ്ഥാനങ്ങൾ മെയിനും നെബ്രാസ്കയും ഇവർ മാത്രമാണ് ഇലക്ട്രൽ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് ആർക്കാണോ അവർക്ക് മൊത്തം ഇലക്ട്രൽ വോട്ടുകൾ കൊടുത്തിരിക്കും. അങ്ങനെയാണ് നിയമവ്യവസ്ഥ. ഇവിടെ നമ്മൾ മൊത്തം ഇലക്ട്രൽ വോട്ടുകൾ നോക്കിയാൽ 2020 ഇലക്ഷനിൽ ബൈഡന് മൊത്തം 306 ഇലക്ട്രൽ വോട്ടുകളാണ് ലഭിച്ചത്. ബൈഡൻ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിരുന്നു, ട്രംപ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിരുന്നു. ട്രംപിന് ലഭിച്ചത് 232 ഇലക്ട്രൽ വോട്ടുകളാണ്. അപ്പൊ ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തും എത്ര ഇലക്ട്രൽ വോട്ടുകൾ ഉണ്ട് എന്ന് സംസ്ഥാനങ്ങളുടെ ആ 2 അക്ഷര കോഡുകൾക്ക് താഴെ എഴുതിയിട്ടുണ്ട്. 2020 ഇലക്ഷന്റെ ഏറ്റവും അവസാനത്തെ ഫലമാണ് ഈ ചാർട്ടിൽ കാണിക്കുന്നത്. 270 പേരാണ് ജയിക്കാൻ വേണ്ടതെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷെ ബൈഡന് 306 ഇലക്ട്രൽ വോട്ടുകളാണ് ലഭിച്ചത്. ട്രംപിന് 232 കിട്ടിയുള്ളൂ. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം 538. അപ്പോൾ ബൈഡൻ ആണ് ഭൂരിഭാഗം ലഭിച്ചത്. 270 കൂടുതൽ ലഭിച്ചു. അതുകൊണ്ട് ബൈഡൻ ജയിച്ചു, ബൈഡൻ പ്രസിഡന്റായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാജ്യത്ത് ഏറ്റവും കൂടുതൽ വോട്ട് ആർക്ക് കിട്ടി എന്ന് നോക്കിയിട്ടല്ല വിജയെ തീരുമാനിക്കുന്നത് എന്നാണ്. അതായത് ഒരു സ്ഥാനാർത്ഥിക്ക് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കിട്ടിയ വോട്ടുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിട്ട് ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകളെക്കാൾ കൂടുതലാകാം. പോപ്പുലർ വോട്ട് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ആകെ കിട്ടിയ വോട്ട്, അവർക്ക് മൊത്തം ലഭിച്ച വോട്ട്, അതാണ് പോപ്പുലർ വോട്ട് എന്ന് പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ്, ഈ 2 പേരുടെ തെരഞ്ഞെടുപ്പ് ഒഴിച്ച് അമേരിക്കയിലെ മറ്റെല്ലാ തെരഞ്ഞെടുപ്പിലും ആർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി എന്ന് നോക്കിയിട്ടാണ് വിജയെ തീരുമാനിക്കുന്നത്. അതായത് പോപ്പുലർ വോട്ട് അനുസരിച്ചിട്ടാണ് വിജയിയെ തീരുമാനിക്കുന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രം പോപ്പുലർ വോട്ട് നോക്കിയിട്ടല്ല വിജയിയെ തീരുമാനിക്കുന്നത്. ജനങ്ങൾ നേരിട്ടാണ് വോട്ട് ചെയ്യുന്നതെങ്കിലും ഒരു ഇലക്ടറൽ കോളേജ് സിസ്റ്റം വഴിയാണ് ഇവിടെ ആരാണ് ജയിച്ചത് എന്ന് തീരുമാനിക്കുന്നത്. ഇതിന് ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഇലക്ടറൽ കോളേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനത്തും ഇലക്ടേഴ്സ് ഉണ്ട്. ഇലക്ടറൽ വോട്ടുകൾ ഉള്ള ആളുകളാണ് ഇലക്ടേഴ്സ്. ഈ ഇലക്ടേഴ്സ് ആണ് ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ചുള്ള വോട്ട് ആർക്കാണോ കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് 2020 തോറ്റിട്ടും ട്രംപ് ചില റിപ്പബ്ലിക്കൻ ഗവർണർമാരെ വിളിച്ച് ഇലക്ടറൽ വോട്ടേഴ്സിനെ മാറ്റാൻ ആവശ്യപ്പെട്ടത്. ഇലക്ടറൽ വോട്ടേഴ്സിനെ മാറ്റി ബൈഡൻ ജയിച്ച ചില സംസ്ഥാനങ്ങളിലെ ആ വോട്ടുകളൊക്കെ ട്രംപിന് കൊടുത്താൽ ട്രംപിന് ജയിക്കാമായിരുന്നു. അങ്ങനെയുള്ള ഒരു തരംതാണ പിന്നാമ്പുറ കളിയിലൂടെയാണ് ബൈഡനെ പരാജയപ്പെടുത്താൻ ട്രംപ് നോക്കിയത്. ഇങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ ഓരോ സംസ്ഥാനത്തിലെയും ഇലക്ടേഴ്സിനെ ഒരുമിച്ച് കൂട്ടി അതാത് സംസ്ഥാന ഗവൺമെന്റുകൾ അവരുടെ വോട്ട് രേഖപ്പെടുത്തി അപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആരാണോ ആ വൈസ് പ്രസിഡന്റിന് അയച്ചു കൊടുക്കും. വൈസ് പ്രസിഡന്റ് ആണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഇലക്ട്രൽ വോട്ടുകൾ കൂട്ടി അവസാനം ആരാണ് വിജയിച്ചത് എന്ന് പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനം നടത്തുവാനുള്ള നിയമപരമായ കടമ വൈസ് പ്രസിഡന്റിനുണ്ട്. ഇത് വൈസ് പ്രസിഡന്റിനുള്ള നിയമപരമായ ഒരു കടമയാണ്. കഴിഞ്ഞ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് ആയിരുന്നു. ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് ആണ് മൈക്ക് പെൻസ്. 2021 ജനുവരി 6 ഈ വോട്ടുകളൊക്കെ എണ്ണി ആരാണ് ജയിച്ചതെന്ന് പ്രഖ്യാപിക്കുവാനുള്ള നിയമപരമായ കടമ മൈക്ക് പെൻസിനായിരുന്നു. അങ്ങനെ 2020 വൈസ് പ്രസിഡന്റ് ഇത് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് 2021 ജനുവരി 6 ട്രംപ് മൈക്ക് പെൻസിനോട് അദ്ദേഹത്തിന്റെ നിയമപരമായ കടമ ചെയ്യരുതെന്നും അതിൽ കൃത്രിമം കാണിച്ച് ട്രംപ് ആണ് ജയിച്ചതെന്ന് വരുത്തി തീർക്കണമെന്നും ആവശ്യപ്പെട്ടത്. എന്നാൽ
തന്റെ ബോസായ പ്രസിഡന്റ് ട്രംപിനേക്കാൾ ഏറെ നിയമത്തിനും രാജ്യത്തിനും പ്രാധാന്യം കൊടുത്ത മൈക്ക് പെൻസ് അതിന് വിസമ്മതിക്കുകയും തെരഞ്ഞെടുപ്പിൽ ബൈഡൻ ആണ് ജയിച്ചത് എന്ന്, ബൈഡനാണ് ഭൂരിപക്ഷം കിട്ടിയത് എന്ന സത്യം പറഞ്ഞ് തന്റെ നിയമപരമായിട്ടുള്ള കടമ നിറവേറ്റുകയും ചെയ്തു. അന്ന് മുതലാണ് മൈക്ക് പെൻസ് ട്രംപിന്റെ ശത്രുവായിട്ട് മാറിയത്. അത് കഴിഞ്ഞ് ഇന്ന് വരെ അവര് നേരിട്ട് സംസാരിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. The whole number of electors appointed to vote for President of the United States is 538. Within that whole number, a majority is 270. The votes for President of the United States are as follows. Joseph R. Biden, Jr. of the state of Delaware has received 306 votes. Donald J. Trump of the state of Florida has received 232 votes. American people deserve to know that the President asked me in his request that I reject or return votes unilaterally, power that no vice president in American history had ever exercised or taken. He asked me to put him over the Constitution. And I chose the Constitution, and I always will. In America, when questions are raised about the legitimacy of any election, those questions are resolved through the legal processes. Thankfully, a unanimous Supreme Court immediately and completely rejected this effort. അപ്പോൾ ഇങ്ങനെ പുതിയൊരാള് ഇലക്ഷനിൽ ജയിച്ച് അടുത്ത പ്രസിഡന്റ് ആയിട്ട് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്ന ആളെ, അപ്പോൾ ആരാണോ പ്രസിഡന്റ് ആയിരിക്കുന്നത് അദ്ദേഹം ക്ഷണിച്ച് ജനുവരി 20 അധികാരം കൈമാറണം. അതാണ് നിയമം. അങ്ങനെ കൈമാറുന്നവരെ അവർ ഒരുമിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക. അപ്പോഴിരിക്കുന്ന പ്രസിഡന്റ് പുതിയ പ്രസിഡന്റിനെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചു വരുത്തി ഇവർ ഒരുമിച്ചിട്ടാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുക. അതാണ് സാധാരണ ഒരു കീഴ്വഴക്കം. ഇതിനൊക്കെ ആദ്യമായിട്ട് മുടക്കം വരുത്തിയ ആളാണ് ട്രംപ്. ജനുവരി 20 ബൈഡൻ അധികാരമേൽക്കുന്നത് വരെ എല്ലാ കീഴ്വഴക്കങ്ങളെയും തകിടം മറിച്ച ആളാണ് ട്രംപ്. ഇനി നമുക്ക് ഈ പോപ്പുലർ വോട്ടുകളിലേക്ക് പോകാം. 2020 പോപ്പുലർ വോട്ട് ഇങ്ങനെയാണ്. അതായത് എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ടുകൾ കൂട്ടി നോക്കിയാൽ ബൈഡന് ലഭിച്ചത് 81.2 മില്യൺ. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. അത്രയും വോട്ടുകളാണ്. 81.2 മില്യൺ എന്ന് വെച്ചാൽ ഏതാണ്ട് 812 ലക്ഷം വോട്ടുകൾ. എന്നാൽ ട്രംപിന് ലഭിച്ചത് 74.2 മില്യൺ വോട്ടുകളാണ്. 742 ലക്ഷം വോട്ടുകൾ. മറ്റുള്ളവർക്കായിട്ട് 2.8 മില്യൺ കിട്ടി. അപ്പൊ പോപ്പുലർ വോട്ടുകളിൽ, അതായത് മൊത്തം വോട്ടുകളിൽ ബൈഡന് ട്രംപിനേക്കാളും 70 ലക്ഷം വോട്ടുകൾ കൂടുതൽ ലഭിക്കുകയുണ്ടായി. എന്നാൽ 2016 ഇലക്ഷൻ റിസൾട്ട് നമുക്ക് നോക്കാം. അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. അന്ന് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹിലരി ക്ലിന്റൺ ആയിരുന്നു. ഹിലരിക്ക് 232 ഇലക്ട്രൽ വോട്ടുകളാണ് ലഭിച്ചത്. റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ് ആയ ട്രംപിന് 306 ഇലക്ട്രൽ വോട്ടുമാണ് ലഭിച്ചത്. അപ്പോ റൂൾ അനുസരിച്ച് ട്രംപ് ആണ് ജയിച്ചത്. എന്നാൽ അവർക്ക് കിട്ടിയ പോപ്പുലർ വോട്ടുകൾ നോക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത് ഹിലരിക്കാണ്. അതായത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചിട്ടും തോറ്റ സ്ഥാനാർത്ഥിയാണ് ഹിലരി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഒരു ഇലക്ട്രൽ കോളേജ് സിസ്റ്റത്തിന്റെ ഒരു പോരായ്മയാണ്. അപ്പൊ ഇതിൽ ഈ ഉദാഹരണത്തിൽ നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തിട്ടും ഹിലരി തോൽക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ശരിയല്ലല്ലോ എന്ന്. എന്നാൽ ഈ ഇലക്ട്രൽ കോളേജ് സിസ്റ്റത്തിന് പുറകിൽ പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഒരു രാജ്യത്തിന്റെ പരമോന്നത പദവിയിലേക്ക് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ആ തീരുമാനത്തിൽ അർഹിക്കുന്ന ഒരു പ്രാധാന്യം, ഒരു സ്ഥാനം ഉണ്ടാകണമെന്നുള്ളതാണ്. ഇന്ത്യയിലെ ഹിന്ദി ബെൽറ്റ് പോലെ ഏതെങ്കിലും ഒരു ബെൽറ്റ് തീരുമാനിക്കേണ്ടതല്ല ഒരു രാജ്യത്തിന്റെ പരമോന്നത പദവിയിൽ ആര് വരണം എന്നുള്ളത്. മാത്രമല്ല ചെറിയ സംസ്ഥാനങ്ങൾക്ക് ഇത് അവർ അർഹിക്കുന്ന പ്രാധാന്യം ലഭ്യമാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇതിൽ 3ഉം 4ഉം ഇലക്ട്രൽ വോട്ടുകളുള്ള സംസ്ഥാനങ്ങളെ ഞാൻ നേരത്തെ കാണിക്കുകയുണ്ടായി. അവിടെയൊക്കെ ജനസംഖ്യ കുറവാണ്. പോപ്പുലർ വോട്ട് അനുസരിച്ചാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ സംസ്ഥാനങ്ങളുടെ പ്രാധാന്യം വളരെ കുറഞ്ഞു പോകും. അവരൊരു നെഗ്ലിജിബിൾ സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ അവരെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു അവസ്ഥ വരും. അങ്ങനെ വരാതിരിക്കാനും കൂടി വേണ്ടി ഈ ഇലക്ട്രൽ കോളേജ് സഹായിക്കും. പിന്നെ മറ്റൊന്ന്, ഇലക്ഷൻ പ്രോസസ്സ് കുറെ കൂടി ഈസി ആക്കുന്നു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥികൾക്ക് അവരുടെ ശക്തി കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു പ്ലസ് പോയിന്റ് ആണ്. ഈ ഇലക്ട്രൽ കോളേജ് സിസ്റ്റത്തിന്റെ പ്ലസ് പോയിന്റ് ആണ്. എന്നാൽ ഈ ഇലക്ട്രൽ കോളേജ് സിസ്റ്റത്തിന് പല ദോഷവശങ്ങളുമുണ്ട്.
2016 നമ്മൾ കണ്ടതാണ്, ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിട്ടും തോറ്റുപോയ ആളാണ് ഹിലരി ക്ലിന്റൺ. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചാലും തോൽക്കാം എന്നൊരവസ്ഥയുണ്ട്. അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഈ രണ്ട് പാർട്ടികൾക്കും, റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഡെമോക്രാറ്റിക് പാർട്ടിക്കും, അങ്ങനെ ഈ രണ്ട് പാർട്ടിക്കും ആവശ്യത്തിന് മുൻതൂക്കമില്ലാത്ത അല്ലെങ്കിൽ രണ്ടുപേരും തുല്യശക്തിയോടുള്ള ചില സംസ്ഥാനങ്ങൾ, അങ്ങനെ ചെറിയ സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള പ്രാധാന്യം കൈവരുന്നു എന്നുള്ളതും എടുത്തു പറയാവുന്ന ഒരു ദോഷമാണ്. ഇത്തരം ചെറിയ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾക്ക് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റിന്റെ ഒക്കെ ജയപരാജയങ്ങളെ കാര്യമായിട്ട് സ്വാധീനിക്കാനാവും. ഇങ്ങനെയുള്ള ഈ സ്റ്റേറ്റുകളെയാണ് സ്വിംഗ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. ചിലപ്പോൾ ഇവര് റിപ്പബ്ലിക്കൻ ഭാഗത്തായിരിക്കും, ചിലപ്പോൾ അവർ ഡെമോക്രാറ്റിക് ഭാഗത്തായിരിക്കും. അവിടെ കൂടുതലും തീരുമാനമെടുക്കുന്നത് അപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ചും ഇൻഡിപെൻഡൻസ് ആയിട്ടുള്ള ജനങ്ങൾ ആർക്ക് എങ്ങനെ വോട്ട് ചെയ്യുന്നു എന്നതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ഇപ്പൊ ഇവിടെ ഈ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതില് കാക്കി കളറിൽ കുറച്ച് സ്റ്റേറ്റുകൾ കാണാം. നീല കളറുള്ളത് സാധാരണ അവിടെ ഡെമോക്രാറ്റിക് പാർട്ടികളാണ് ജയിച്ചു വരുന്നത്. ചുവന്ന കളറുള്ളത് അവിടെ സാധാരണ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ജയിക്കുന്നത്. അതാണ് കാണിക്കുന്നത്. എന്നാൽ ചില സ്റ്റേറ്റുകൾ ഇവിടെ ഒരു കാക്കി അല്ലെങ്കിൽ ഒരു ബ്രൗൺ പോലെയുള്ള കളറിൽ കാണിച്ചിട്ടുണ്ട്. 2024 അമേരിക്കൻ പ്രസിഡന്റ് വിജയിയെ തീരുമാനിക്കുന്നത് മിക്കവാറും ഈ കാക്കി കളറിൽ കാണിച്ചിരിക്കുന്ന സ്വിംഗ് സ്റ്റേറ്റ്സ് ആയിരിക്കും. അതിന്റെ മുകളിൽ കാണിച്ചിരിക്കുന്ന നടുവിൽ ഒരു 77 എന്നൊരു നമ്പർ കാണിക്കുന്നുണ്ട്. ആ 77 ഇലക്ട്രൽ വോട്ട്സുകൾ പങ്കുവയ്ക്കപ്പെടുന്നത് ഇവര് എങ്ങോട്ട് ചായുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ അത്ഭുതങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഈ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഡെമോക്രാറ്റിക് പാർട്ടി, അതായത് ബൈഡൻ ആയിരിക്കും ജയിക്കുക. അതുപോലെ ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്നതിൽ റിപ്പബ്ലിക്കൻ പാർട്ടി, അതായത് ട്രംപ് ആയിരിക്കും ജയിക്കുക. അങ്ങനെ വരുമ്പോഴാണ് ഈ കാക്കി നിറത്തിൽ കാണിച്ചിരിക്കുന്ന സ്വിംഗ് സ്റ്റേറ്റ് 2024 അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നത്. അതില് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട നെവാഡയുണ്ട്, 6 ഇലക്ട്രൽ വോട്ടുകളാണുള്ളത്. വിസ്കോൺസിൻ 10 ഇലക്ട്രൽ വോട്ടുകളുണ്ട്. മിച്ചിഗൺ 15 ഇലക്ട്രൽ വോട്ടുകളുണ്ട്. മിച്ചിഗൺ സാധാരണയായിട്ടൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആയിരുന്നു, പക്ഷേ അവിടെ ഈയിടയ്ക്കുണ്ടായ കുറെ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു സ്വിംഗ് സ്റ്റേറ്റ് ആയിട്ട് മാറി. പെൻസിൽവാനിയ 19 ഇലക്ട്രൽ വോട്ടുകളാണ്. ജോർജിയ 16 ഇലക്ട്രൽ വോട്ടുകളാണ്. ഈ സ്റ്റേറ്റുകളൊക്കെയാണ് പ്രധാനമായിട്ടും ഇത്തവണത്തെ ഇലക്ഷൻ റിസൾട്ട് തീരുമാനിക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്ന ഫ്ലോറിഡ 30 ഇലക്ട്രൽ വോട്ടുകളാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ നേരത്തെ കാണിച്ച ഒരു ചാർട്ടിൽ 29 ഇലക്ട്രൽ വോട്ടുകളായിരുന്നു. അതിന്റെ അർത്ഥം കഴിഞ്ഞ ഇലക്ഷനിൽ അവിടെ 29 ആയിരുന്നു. ഇത്തവണ അവിടെ അല്പം കൂടി ജനസംഖ്യ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ 30 ഇലക്ട്രൽ വോട്ടുകളുണ്ട്. ഒബാമ മത്സരിച്ച് ജയിച്ച 2 സമയത്തും ഒബാമയെ പിന്തുണച്ച സ്റ്റേറ്റ് ആണ് ഫ്ലോറിഡ. അതായത് ഒബാമ പ്രസിഡന്റായിട്ട് മത്സരിച്ച് ജയിച്ച ആ റിസൾട്ടിന്റെ ആ ചാർട്ട് നോക്കിയാൽ ഈ ഫ്ലോറിഡ എന്ന സ്റ്റേറ്റ് നീല നിറത്തിലായിരിക്കും കാണുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇലക്ട്രൽ വോട്ടുകളുടെ കാര്യമാണ്. അതിന്റെ മറ്റൊരു ദോഷമാണ് 2020 ട്രംപ് നടപ്പാക്കാൻ നോക്കിയത്. ചില സംസ്ഥാനങ്ങളിൽ ഇലക്ട്രൽ വോട്ട് അല്ലെങ്കിൽ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ, അവരെ ഇലക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്, ഓരോ സംസ്ഥാനത്തിലെയും അവര് ജനങ്ങൾ വോട്ട് ചെയ്തതുപോലെ അവസാനം വോട്ട് രേഖപ്പെടുത്തണം എന്നില്ല. അവർക്ക് സൈഡ് മാറി കള്ളവോട്ട് ചെയ്യാം. ബൈഡൻ ജയിച്ച ചില സംസ്ഥാനങ്ങളിലെ ഇലക്ടേഴ്സിനോട് അവസാനം ആ സംസ്ഥാനത്തിന്റെ വോട്ടുകളൊക്കെ തനിക്ക് തരുവാൻ ട്രംപ് ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. അങ്ങനെയുള്ള ഒരു ലൂപ്പ് ഹോൾ ഈ ഇലക്ട്രൽ കോളേജ് സിസ്റ്റത്തിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇതിന് ചുക്കാൻ പിടിച്ചതും നിയമത്തിന്റെ പഴുത് കാണിച്ച് ട്രംപിന്റെ കൂടെ നിന്നതും ട്രംപിന്റെ വിശ്വസ്തനായ ഒരു മനുഷ്യനാണ് റൂഡി ജൂലിയാനി. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതും അതിന്റെയൊക്കെ നൂലാമാലകളും ഒക്കെ ഇങ്ങനെയാണ്. ഇത് നിർത്തുന്നതിന് മുമ്പ് നമുക്ക് ബറാക് ഒബാമ ജയിച്ച 2 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് കൂടി ഒന്ന് കാണാം. 2008 അതിശക്തമായിട്ടുള്ള ഒരു പ്രകടനമാണ് ബറാക് ഒബാമ കാഴ്ചവെച്ചത്. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിരുന്ന ഒബാമയ്ക്ക് 365 ഇലക്ട്രൽ വോട്ടുകളാണ് ലഭിച്ചത്. ജോൺ മക്കെയിൻ ആയിരുന്നു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് 173 വോട്ടുകളെ ലഭിച്ചുള്ളൂ. ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്ലോറിഡയിൽ അന്ന് 27 ഇലക്ട്രൽ വോട്ടുകളായിരുന്നു. ഇന്നത് 30 ആണ്. കഴിഞ്ഞ ഇലക്ഷനിൽ അത് 29 ആയിരുന്നു. അപ്പോൾ ഒരു സംസ്ഥാനത്തെ ജനസംഖ്യ മാറുന്നതനുസരിച്ച് ഇലക്ട്രൽ വോട്ടുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകും. അപ്പൊ ഇതാണ് 2008 അവസാനത്തെ നില. 2012 ഒബാമയ്ക്ക് ഒരു അല്പം കൂടി കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും 332 വോട്ടുകളാണ് ഒബാമയ്ക്ക് ലഭിച്ചത്. അന്ന് മിറ്റ് റോമിനി ആയിരുന്നു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് ലഭിച്ചത് 206 ഇലക്ട്രൽ വോട്ടുകളാണ്. തന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് മത്സരത്തിൽ ജയിച്ചപ്പോൾ ഫ്ലോറിഡയും സ്വന്തമാക്കിയ ആളാണ് ഒബാമ. 2008 10 മില്യൺ വോട്ടുകളാണ് ഒബാമയ്ക്ക് ജോൺ മക്കെയിനേക്കാൾ കൂടുതൽ കിട്ടിയത്.
എന്നാൽ അത് 2012 ആയപ്പോൾ ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും 5 മില്യൺ വോട്ടുകളാണ് എതിരാളിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ മിറ്റ് റോമിനേക്കാൾ ഒബാമയ്ക്ക് കൂടുതൽ ലഭിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ. ഇത്തവണത്തെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോൾ ഞാൻ ഈ യാത്രാ വിവരണങ്ങൾക്കിടയ്ക്ക് അതൊക്കെ ഒരു അപ്ഡേറ്റ് ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിലും ദയവായിട്ട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി ആ ചോദ്യം ചോദിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നമുക്ക് ഉടൻ തന്നെ ഫ്ലോറിഡ യാത്രയുടെ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ഫ്ലോറിഡ യാത്രയുടെ 4 എപ്പിസോഡുകൾ ഞാൻ ഇതിനു മുമ്പ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ദയവായിട്ട് ആ എപ്പിസോഡുകൾ കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനലിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ദയവായിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചാനൽ കാണാം, അല്ലെങ്കിൽ മറ്റ് വീഡിയോകൾ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.